ഒരു ഫെയ്ത്ത് ആസ്പെക്റ്റിൽ എൻ്റെ കൺക്ലൂഷൻ മാറുന്ന ആളെക്കുറിച്ചല്ല ഇത് പറയുന്നത്. കൺക്ലൂഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൺക്ലൂഷനിലല്ല ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. കൺവിക്ഷൻ ഉണ്ടാകണം. കൺവിക്ഷൻ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുമില്ല. കൺവിക്ഷൻ ഉണ്ടാക്കുന്ന ആര് മാത്രമാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്. ഞാനൊരിക്കലും ഡൽഹി YMCAയിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ 2 ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. ഒരാൾ ഒരു നാഗ ആണ്, മറ്റൊരാൾ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു വെസ്റ്റ് ബംഗാളുകാരനാണ്. ഞങ്ങൾ 3 പേരും കൂടെ കാപ്പി കുടിക്കാൻ രാവിലെ ഇരുന്നപ്പോൾ, അവിടെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടുത്തെ ഇൻ്റർനാഷണൽ YMCAയിൽ. രാവിലെ കാപ്പി കുടിക്കാനിരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് വന്ന ഒരു മറുവാടി ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അയാൾ ചോദിച്ചു, യു ആർ എ റിലീജിയസ് വർക്കർ? നീ ഒരു മതപ്രചാരകനാണോ, അല്ലെങ്കിൽ മതത്തിൻ്റെ ആളാണോ? ഞാൻ പറഞ്ഞു യെസ്. അല്ലാതെ എന്താ പറയണ്ടേ? അയാൾക്ക് മനസ്സിലാകുന്നു. യെസ്. നിന്നെപ്പോലുള്ള ഒരാൾ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഈ മതത്തിൻ്റെ പുറകെ നടക്കുന്നത്? ഇയാളുടെ അടുത്ത ചോദ്യം അതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മതത്തിൻ്റെ പുറകെ നടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് വാസ്തവത്തിൽ ശാസ്ത്രമല്ലേ? അതുകൊണ്ട് നീ ശാസ്ത്രത്തിൻ്റെ ആളാകണം, അല്ലാതെ മതത്തിൻ്റെ ആളല്ല ആകേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, മതവും ശാസ്ത്രവും രണ്ടാണ്. വി ഡീൽ വിത്ത് മൊറാലിറ്റി, സയൻസ് ഡീൽസ് വിത്ത് നോളജ്. ശാസ്ത്രം ജ്ഞാനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. റിലിജിയൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു, റിലിജിയൻ എന്ന് പറയുന്നത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലാതെ ജ്ഞാനവുമായി ബന്ധപ്പെട്ടല്ല. അദ്ദേഹം പറഞ്ഞു, അല്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് ഞാൻ ശാസ്ത്രമാണ്. നീ നോക്കുക, ഈ ഫാൻ കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നീ തീ കണ്ടുപിടിച്ചത് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം തന്നത് എന്താണ്? ശാസ്ത്രമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ശാസ്ത്രം സാറേ നല്ല കാര്യം മാത്രമൊന്നുമല്ല തന്നിട്ടുള്ളത്, മോശമായ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് ശാസ്ത്രമാണ്. പണ്ട് കാലത്ത് ഒരുത്തനെ കൊല്ലണമെങ്കിൽ അടിച്ചോ ഇടിച്ചോ തൊഴിച്ചോ കടിച്ചോ ഒക്കെ കൊല്ലണമായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. വില്ലൻ സിനിമയിൽ പറയുന്ന പോലെ, യു ക്യാൻ ചൂസ് യുവർ വെപ്പൺ ബട്ട് ഐ എം ഗോയിങ് ടു കിൽ യു. നിനക്ക് മലപ്പുറം കത്തി കൊണ്ട് ചാകണോ, സൈലൻസർ ഘടിപ്പിച്ച തോക്ക് കൊണ്ട് ചാകണോ, എന്തോ വേണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. കൊല്ലാൻ 100 മാർഗം കണ്ടുപിടിച്ച് തന്നതും ആരാണ്? ശാസ്ത്രമാണ്. എന്താണ്, ഞാൻ നിന്നെ കൊല്ലാം, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ചാകണമെന്നുള്ളത്, നീ എന്ത് ഉപകരണം കൊണ്ട് ചാകണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം നല്ലത് മാത്രമൊന്നും അല്ല തന്നിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. നോ, അത് ശാസ്ത്രം കുറച്ചുകൂടെ വളരുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ, അതല്ല ഇന്നത്തെ വിഷയം. ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ് ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നത്. E=mc² എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര സത്യമാണ്. അത് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം, ആറ്റം ബോംബും ഉണ്ടാക്കാം, ഇല്ലേ? ആറ്റം റിയാക്ടർ ഉണ്ടാക്കിയാൽ മനുഷ്യന് പവർ കിട്ടും, ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ മനുഷ്യനെ നശിപ്പിക്കാം. ഇത് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഈ മനുഷ്യൻ്റെ മൊറാലിറ്റിയിലാണ്. കാര്യം, സയൻസ് വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് ഇദ്ദേഹത്തിനൊന്നും പറയാനില്ലാത്ത ഒരു സ്റ്റേജിൽ വന്നു. അപ്പം ശരിക്കും ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പോൾ ഈ കൂടെ ഇരുന്ന 2 പേരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, ഇവാഞ്ചലിസ്റ്റുകൾ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ലീവ് ഓൾ ദാസ് കൈൻഡ് ഓഫ് തിങ്സ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാം, ഈ ചിന്തകളും ഈ ധാരണകളൊക്കെ കളയാം. എൻ്റെ ജീവിതത്തിൽ യേശു എന്താ ചെയ്തതെന്ന് ഞാനൊരു അനുഭവത്തിലൂടെ പറയാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ സ്വഭാവത്തിൽ യേശു വരുത്തിയ ഒരു മാറ്റം, അതൊരു പ്രത്യേകമായ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ക്രൂരത ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലേക്ക് കർത്താവ് എങ്ങനെ സ്നേഹം നിറച്ചു എന്ന് മനസ്സിലാക്കാൻ ഒരു ഇവൻറ്റ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നു, എന്തായിരുന്നു എൻ്റെ മനോഭാവം, രക്ഷിക്കപ്പെടുന്നതിന് ശേഷം യേശു എന്നിൽ എന്ത് വ്യത്യാസം വരുത്തി എന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ അനുഭവം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ജീസസ് ഈസ് ഡൂയിങ് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ. യേശു ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ അനുഭവം പറഞ്ഞു, എനിക്കതിനെ എതിർക്കാനായിട്ട് കഴിയത്തില്ല, ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. അദ്ദേഹം രക്ഷിക്കപ്പെട്ടൊന്നുമില്ല, അദ്ദേഹം കാപ്പി കുടിച്ച് എഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഈ പ്രശാന്തിൻ്റെയും നാഗ ജെയിംസും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട്, സജു, നീ എത്ര ക്ലിയറായിട്ടാണ് അയാളെ വാക്ക് മുട്ടിച്ചത്. അവരുപയോഗിച്ച വാക്കതാണ്, യു സൈലൻസ് ദാറ്റ് മാൻ, ഇല്ലേ? നീ ഇങ്ങനെ വാദമുഖങ്ങളൊക്കെ നിർത്തി അയാൾക്ക് ഒടുവിൽ മിണ്ടാനില്ലായിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ പേഴ്സ്യൂ ചെയ്ത് അയാളെ ഒരു കൺവിക്ഷനിലേക്ക് കൊണ്ടുവരാഞ്ഞത്? നീ കുറച്ചുകൂടെ ഒന്ന് പിടിച്ചായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്തേനേയും, ഒരു കൺവിക്ഷനിൽ വന്നേനേയും. ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് മൈ ജോബ്, അതെൻ്റെ ജോലിയല്ല. യു ആർ എ മിഷണറി, അതല്ല നിൻ്റെ ജോലി. ഞാൻ പറഞ്ഞു, എൻ്റെ ജോലി അതല്ല. പിന്നെ അതാരുടെ ജോലിയാ? അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാ. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. അപ്പം നിൻ്റെ ജോലി എന്നാ? ഞാൻ പറഞ്ഞു, എൻ്റെ ജോലി സാക്ഷിയാവുക എന്നുള്ളതാണ്, അല്ലാതെ ആർഗ്യൂ ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം, എൻ്റെ ജോലി എന്താണ്? സാക്ഷിയാവുക. അതുകൊണ്ടാണ് ഞാൻ സാക്ഷിയാവുകയായിരുന്നു.
ആർഗ്യൂ ചെയ്ത് ഒരു മനുഷ്യനെ എൻ്റെ ഈഗോയെ നശിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. എനിക്ക് അയാളെ ജയിച്ചു അല്ലേ, മാക്സിമം എന്താണ്, അയാളെ എനിക്ക് സൈലൻസ്ഡ് അല്ലെങ്കിൽ അയാളെ മൗനിയാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്നതിനകത്ത് എനിക്ക് അർത്ഥമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അതാണ്. അതുകൊണ്ട് എനിക്കെന്താ, നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ദി സർജറി വാസ് എ സക്സസ് ബട്ട് ദ പേഷ്യൻ്റ് ഡൈഡ്. ഓപ്പറേഷൻ വളരെ വിജയമായിരുന്നു, പക്ഷേ രോഗി മരിച്ചുപോയി എന്ന് പറയുന്നത് പോലെ ഇയാളുടെ ഈഗോയെ ഞാൻ തകർത്ത് കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ സുവിശേഷവും കേൾക്കത്തില്ല. നോ, ഐ എം ഗോയിങ് ടു ലൂസ് ഹിം ഫോർ എവർ. ഒന്നുമല്ലെങ്കിൽ നല്ല റിലേഷനിൽ യേശുവിനെ കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു. അയാളുടെ ഹൃദയത്തിൽ ഇനി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പിന്നെ എനിക്ക് അങ്ങയുടെ വിശ്വാസത്തിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാനൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഇതൊക്കെ വേണം. ഏതാ, കഴിഞ്ഞ ദിവസം ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര പേരോട് എനിക്ക് സുവിശേഷം അറിയിക്കുവാൻ, ഇത്ര പേര് രക്ഷിക്കപ്പെടുവാനും, ഇത്ര പേര് സ്നാനപ്പെടുവാൻ തീരുമാനം എടുക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നെന്നൊക്കെ എനിക്ക് പറയണമെങ്കിൽ ഇതൊക്കെ വേണമായിരിക്കും. ഇല്ലെങ്കിൽ എന്താണ്, പരിശുദ്ധാത്മാവിന് എന്നെ തന്നെ. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ തന്നെ പോകരുത്, എൻ്റെ യുക്തിയും കൊണ്ട് പോകരുത്. ആരെ കൂടെ കൊണ്ടുപോകണം? പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടുപോകണം. പരിശുദ്ധാത്മാവ് നമ്മൾ സാക്ഷി പറയുമ്പോൾ നമ്മോട് ചേർന്ന് നിന്ന് ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ സാക്ഷി പറയും. അങ്ങനെ മാത്രമേ ഒരാൾ കൺവിക്ഷനിലേക്ക് നയിക്കപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ യുക്തി കൊണ്ട് നമുക്കൊരാളെ കൺക്ലൂഷനിലേക്ക് നയിക്കാൻ പറ്റൂ. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇഫ് ഐ എം ഗോയിങ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാനും കൂടെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഒരാളോട് സുവിശേഷം പറയാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെ സൗഹാർദ്ദമായിട്ട് സംസാരിച്ചു, സഹോദര എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സഹോദരൻ്റെ ഈ അനുഭവത്തിലൂടെ കടന്നുപോയി അയാളുടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അയാൾ പറയുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കടന്നുപോയപ്പോൾ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കി സഹോദര. ഞാൻ വാസ്തവത്തിൽ ഇന്നിപ്പം ജീവിക്കുന്നത് തന്നെ യേശു എൻ്റെ ജീവിതത്തിൽ വരുത്തിയ ആ വ്യത്യാസം കൊണ്ടാണ് എന്ന് ഞാൻ ഈ വ്യക്തിയോട് പറയുന്നു. ഞാൻ പറയുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് കൂടെ നിൽക്കുകയാണല്ലോ. ഹോളി സ്പിരിറ്റ് എന്താ ചെയ്യുന്നറിയാമോ? ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ആത്മാവിൽ ഹോളി സ്പിരിറ്റ് പറയും, വാട്ട് ദിസ് മാൻ സൈസ് ഇറ്റ് ഈസ് ട്രൂ. ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണ്, ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണ്. 4 പ്രാവശ്യം പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ പറയുമ്പോൾ അവൻ പറയും, അത് സത്യമാണെങ്കിൽ തീർച്ചയായും എനിക്ക് അതേ അനുഭവത്തിലൂടെ വേണം, ഈ അനുഭവം എനിക്കും വേണം. ഹോളി സ്പിരിറ്റ് ഇവൻ്റെ മനസ്സിൽ ഞാൻ പറയുന്ന സത്യങ്ങളെ ഉറപ്പിക്കുമ്പോഴാണ് അവൻ എന്തുണ്ടാകുന്നത്? കൺവിക്ഷൻ ഉണ്ടാകുന്നത്. ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ? ഹോളി സ്പിരിറ്റ് ഇല്ലാതെ ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ് എന്ന് വയ്ക്കുക. ഞാൻ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങും. പ്രസംഗിക്കുകയല്ല, ഞാൻ സാക്ഷിക്കാൻ തുടങ്ങുകയാണ്. സാക്ഷിക്കാൻ തുടങ്ങുന്ന എൻ്റെ ടോൺ തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. ഹോളി സ്പിരിറ്റ് ഇല്ലല്ലോ. എന്താ ബ്രദറിൻ്റെ പേര് എന്ന് ചോദിച്ചായിരിക്കും ഞാൻ തുടങ്ങുന്നത്. അതോടെ കാര്യം തീർന്നു. ഉള്ള പാപമെല്ലാം ചെയ്തേച്ച് ജീവിക്കുക അല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ തീർന്നു. കമ്പാഷൻ ഉണ്ടാകുന്നില്ല. എന്നിട്ട് ഞാൻ പറയാം, ബ്രദറെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ നാം രക്ഷിക്കപ്പെടുവാൻ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ബ്രദറിന് മനസ്സിലായോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട് അയാളുടെ കൂടെ വേറെ ഒരാത്മാവുണ്ട്. ആ ആത്മാവ് അയാൾ പറയും, ഇവൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന്, ചുമ്മാ പറയുന്നു. അയാൾ പറയും, നീ ഇതൊന്നും കേൾക്കണ്ട, തലയ്ക്ക് വട്ട. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് കൂടില്ലാത്തത് കൊണ്ട് അവൻ്റെ കൂടെയുള്ള ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ നമ്മൾ പറയുന്നത് സത്യമല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ അവനെന്ത് ചെയ്യും? അവനിത് കേൾക്കുന്നത് തന്നെ വെറുപ്പായിത്തീരുന്നൊരു സ്റ്റേജ് ഉണ്ടാകും. പ്രിയമുള്ളവരെ, വേദോസം പറയുന്നു, 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകുന്നു. ഞാനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് യേശുവിനെ സാക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയാളുടെ ഹൃദയത്തിൽ കൺവിക്ഷൻ കൊടുക്കുകയാണ്, ബോധ്യത്തെ നൽകുകയാണ്. അത് നടക്കുന്നത് എവിടെയാണ്? അദൃശ്യ ലോകത്തിലാണ്. നമ്മളുടെ റീസണിങ് കൊണ്ടല്ല, അദൃശ്യ ലോകത്തിൽ. അപ്പോഴാണ് അവൻ ആത്മതലത്തിൽ അവൻ ദൈവത്തെ കാണുന്നു. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ അവനെ തന്നെ കാണുന്നു, അവൻ്റെ പാപത്തെ കാണുന്നു. ദൈവത്തോട് അടുക്കാൻ കഴിയാത്തവനായിട്ട് അവൻ പാപപരവശനായി, അല്ലെങ്കിൽ അവൻ പരവശനായിട്ട് വിലപിക്കുകയാണ് പാപത്തെ ഓർത്ത്. പാപം അവൻ വ്യക്തിപരമായിട്ട് തിരിച്ചറിയുന്നു. പാപം എപ്പോഴും അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. കഴിഞ്ഞകാല പാപപ്രവൃത്തികൾ അവൻ്റെ മനസ്സിൽ വരുന്നതോടൊപ്പം തന്നെ ഇപ്പോഴും അവൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണെന്നുള്ളൊരു ബോധ്യം അവനുണ്ടാകുന്നു. അതിൻ്റെ കോൺസിക്വൻസ് അവൻ അറിയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാപത്തിൻ്റെ കോൺസിക്വൻസ് എൻ്റെ ജീവിതത്തിലും എൻ്റെ സഹജീവികളുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും മാത്രം, മറ്റുള്ളവരുടെ ജീവിതത്തിലും മാത്രമല്ല, യേശുവിനോട് എൻ്റെ പാപം എന്ത് ചെയ്തു എന്നവൻ തിരിച്ചറിയുന്നു. അതെല്ലാം ആത്മാവ് അവന് അദൃശ്യ ലോകത്തിൽ അവന് കൊടുക്കുന്ന ഒരു എന്താണ്, ഒരു ദർശനമാണ്, അല്ലെങ്കിൽ ഒരു കൺവിക്ഷനാണ്.
അദൃശ്യ ലോകത്തിൽ അവൻ ക്രൂശിന്റെ ദർശനം കാണുമ്പോൾ മാത്രമേ ദൃശ്യലോകത്തിൽ തന്നെ, ദൃശ്യലോകത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ചരിത്രത്തിൽ ഒരു പക്ഷേ അവന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ചരിത്രത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണുമ്പോൾ അവന് പാപബോധം ഉണ്ടാകണമെന്നോ അനുതപിക്കണമെന്നോ നിർബന്ധമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ക്രൂശിനെ മാത്രം കാണിക്കുകയല്ല, എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു എന്നുകൂടെയും ആരാണ് ക്രൂശിൽ കിടക്കുന്നതെന്നുകൂടെയും കാണിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? വെൻ യു ലുക്ക് അറ്റ് ദ ക്രോസ്, ഹിസ്റ്ററി എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ചരിത്രമാണ് നോക്കുന്നതെങ്കിൽ, അവിടെ നസറത്തിലെ ഒരു തച്ചനായ മനുഷ്യൻ ക്രൂശിൽ കിടക്കുകയാണ്. പക്ഷേ ആത്മാവിൻ്റെ തലത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവൻ നസറത്തിലെ തച്ചനല്ല, ദൈവപുത്രനായ ക്രിസ്തുവാണ്. അതൊരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. കാൽവറി ക്രൂശിന്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് റോമൻ പടയാളികൾ ക്രൂശിച്ചവനായ ഒരു യേശു. എന്നാൽ അദൃശ്യ ലോകത്തിൽ കയറുമ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പകരമായി ക്രൂശ് തെരഞ്ഞെടുത്തവനായ യേശു. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അദൃശ്യ ലോകത്തിലാണ്. ആ അദൃശ്യ ലോകത്തിലേക്ക് കടക്കാത്തിടത്തോളം കാലം നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകത്തില്ല. ആ ഫെയ്ത്ത് ഉണ്ടാകാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഈ വിശ്വാസത്തിൻ്റെ ഈ അദൃശ്യ ലോകത്തിലേക്ക് കടക്കുക എന്ന് പറയുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ആണ് ഇതിൻ്റെ സീരിയസ്നെസ് കൂട്ടുന്നത്. അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലം. ഒരു ചെറിയ ഈ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നില്ലെങ്കിൽ അയാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഈ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരു വ്യക്തി നരകത്തിലേക്ക് പോവുകയാണ് നമ്മൾ ആലോചിക്കണം. ഈ ഫെയ്ത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരാൾക്ക് എവിടെ പോകാൻ പറ്റത്തില്ല? സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സീരിയസ് ആണെന്ന് പറയുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് 160-170 വർഷം പഴക്കമുണ്ടായിരുന്ന ഇറ്റ്സ് ആൻ ഓൾഡ് ഹൗസ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു പോർഷൻ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പോർഷൻ അറയും നിരയും നിലവറയും അതെല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയൊരു പോർഷനുണ്ട്. അത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു റിനോവേഷൻ നടത്തിയപ്പോഴത്തേക്ക് പഴയ വീടിൻ്റെ ഭാഗങ്ങൾ ഇച്ചിരി താണാണ്, ഒരു 6 ഇഞ്ച് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ വീട്ടിൽ നിന്ന് ഡൈനിങ് റൂം പഴയത് തന്നെയാണ്. ഡൈനിങ് റൂമും ബെഡ്റൂമും കിച്ചനും എല്ലാം പഴയത് തന്നെയാണ്. ഫ്രണ്ടിൽ വേറെ 3-4 ബെഡ്റൂമുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ പണിത് മാത്രമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ നടന്നു വരുമ്പോഴത്തേക്ക് ഒരു 6 ഇഞ്ച് താഴ്ചയുണ്ട്. ആ താഴ്ചയിലേക്ക് ആളുകൾ ഇറങ്ങുമ്പോൾ ചില സമയത്തൊക്കെ ചിലപ്പോൾ ആളുകളുടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് വഴുതാനുള്ള സന്ദർഭമുണ്ട്. പക്ഷേ വലിയ അപകടമൊന്നും ഇതുവരെ ആരും അവിടെ വന്ന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ ഇടുക്കി ജില്ലയിലൂടെ വണ്ടിയെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് മത്തായിക്കൊക്കയിലോട്ട് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ഈ അരയടി താഴ്ചയിലേക്ക് വീഴുന്ന പോലെ അല്ല നിങ്ങൾ ആലോചിക്കണം. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്.